ഹായ് ഗായ്സ്, വെൽക്കം ടു അശ്വിൻസ് വേൾഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡേ ആണല്ലോ. അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻറ്റ് ഡേ. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് ഡേനെ പറ്റിയിട്ടുള്ള വീഡിയോ അല്ല. ഇന്ന് എൻ്റെ അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് എഡിറ്റ് ചെയ്ത് ഇന്നാണ് കേട്ടോ സെറ്റാക്കി. അതൊരു ഫ്ലവർ ഷോ ആണ്, അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇപ്പോൾ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതേപോലെ ഇപ്പോൾ സബ്സ്ക്രൈബിൻ്റെ എണ്ണം ലൈക്കിൻ്റെ എണ്ണം വളരെ കുറവാണ് ഇപ്പോൾ കിട്ടുന്നത്. കുറേ പേര് കാണുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് ലൈക്കേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫ്ലവർ ഫെസ്റ്റ്. നമുക്ക് എന്തായാലും അകത്ത് ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. ഗൈസ്, ഞാനല്ല കേട്ടോ പോയത്, അച്ഛനാണ് പോയത്. അച്ഛൻ വീഡിയോ പിടിക്കുകയാണ്, അച്ഛനാണ് വീഡിയോ പിടിച്ചത്. പിന്നെ ഇത് ഫ്ലവർ ഫെസ്റ്റ് എന്നോ കഴിഞ്ഞതാണെങ്കിലും ഇന്നാണ് കേട്ടോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റി. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കുറേ വ്യത്യസ്തതരമായ ചെടികളും പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇത് അച്ഛൻ വന്നപ്പോൾ കുറച്ച് വിത്തുകളും വാങ്ങിക്കൊണ്ട് തന്നിരുന്നു കേട്ടോ. പച്ചക്കറീൻ്റെ വിത്താണ് കേട്ടോ. കുറേ പേർക്ക് സ്ഥലം മനസ്സിലായി കാണും, മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് വയനാടാണ്. വയനാട്ടിലാണ് കേട്ടോ ഫ്ലവർ ഫെസ്റ്റ് നടന്നത്. ഇനി കുറേ ദിവസമായി കഴിഞ്ഞിട്ട്. ഈ ചെടികളൊക്കെ വാടി നിൽക്കുന്നത് കണ്ടോ? കാരണം ഇത് നല്ല വെയിലുള്ള ടൈമാണ്. നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല വെളിച്ചം വെയിലും ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ഗായ്സ് ഈ ചെടികളൊക്കെ കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ, പക്ഷേ ആൾക്കാരെ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അതായത് ഈ ചെടികളുടെ അടുത്തൊക്കെ ആൾക്കാർ നിൽക്കുന്നതും കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെടി മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ. അവിടെ പച്ചക്കറികളും പൂക്കളും എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ സൗണ്ടാണെങ്കിൽ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സൗണ്ടിൽ ഞാൻ വർത്താനം പറയുന്നത്. പിന്നെ ഇവിടെ പല ഡിസൈനിലൊക്കെയാണ് ചെടികളുള്ളത്. ചട്ടിയിലും മണ്ണിലൊക്കെ കുഴിച്ചിട്ട രീതിയിലാണ്, കണ്ടോ. പിന്നെ ഇവിടെ ചെടികൾ മാത്രമല്ല, പെന്നും പിന്നെ ഈ മാല, കമ്മൽ, അങ്ങനത്തെ ഐറ്റംസും പിന്നെ ഈ പാത്രത്തിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളെ വീട്ടിൽ ആവശ്യം വരുന്ന പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. കണ്ടോ, കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ചെടി നിങ്ങൾ കണ്ടോ, ഈ മഞ്ഞൊക്കെ വീണ പോലെയാണ് കേട്ടോ ഈ ചെടീൻ്റെ ഈ ഇലയും പൂവൊക്കെ ഉള്ളത്. ഗൈസ്, ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, റിയലാണ്. ഗൈസിൻ്റെ അച്ഛനാണിത്, അച്ഛൻ വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ, കണ്ടോ. ഈ വീഡിയോ കാണുമ്പോൾ ഈ പൂക്കളും ചെടികളും ഇഷ്ടപ്പെടുന്ന കുറേ പേർക്ക് എന്തായാലും നല്ല രീതിക്ക് തന്നെ ഈ വീഡിയോ ഇഷ്ടമാവാൻ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്കും ചെടികളും പൂക്കളും ഒക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വ്യത്യസ്തതരമായ വീഡിയോസാണ് ഇടാൻ ശ്രമിക്കുന്നത്. അതായത് ഈ ടൂറിന് പോയതോ ഫ്ലവേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഈ ഗെയിമിൻ്റെ ഞാൻ ഇടാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ ഇടുന്നതായിരിക്കും. അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നത്. എന്തായാലും വീഡിയോ കഴിഞ്ഞിട്ട് ഇനി വയനാട് ചുരം കയറുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. എന്തായാലും ലാസ്റ്റ് കഴിയാനായ വീഡിയോ അതിനെക്കൊണ്ട് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. എന്തായാലും വീഡിയോ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.